താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എനിക്കല്ല കേട്ടോ, നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ചോദ്യം നിങ്ങളോടാണ്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ആ ചോദ്യം ഉയർന്നു കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇന്നും ആ ചോദ്യത്തിന്റെ അലയൊലികൾ ഒടുങ്ങിയിട്ടില്ല. ഉണ്ടോ? നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കി വച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അറിഞ്ഞത് അതാണ്, ആ അറിവിനൊത്തവണ്ണമേ ഞാൻ ജീവിക്കൂ എന്ന് ഒരു ഉറപ്പുള്ളവർ ഇപ്പോൾ തന്നെ ദയവായി ഈ മെസ്സേജ് ക്വിറ്റ് ചെയ്ത് പുറത്തു പോകുക. കാരണം ഈ മെസ്സേജ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്ന ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതല്ല. പിന്നെ ആർക്കുള്ളതാണ്? എൻ്റെ ദൈവം സകലത്തിനും മതിയായവൻ, അവന് കഴിയാത്തൊരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ തയ്യാറുള്ളവർക്കുമുള്ളതത്രേ ഇന്നത്തെ ഈ മെസ്സേജ്. സത്യവാങ്മൂലം. ആമേൻ. ഇതൊക്കെ പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ആ സൈബർ പോരാളികൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങും, വാരിക്കുന്തവും വടിവാളുമൊക്കെ ആയി. അതുകൊണ്ട് സത്യവാങ്മൂലം ഞാൻ ആദ്യമേ പറയാം. ഈ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ സത്യസന്ധമായി അനുഭവിച്ചിട്ടുള്ളതും വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ ശരിയാണെന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഉത്തമ ബോധ്യം തന്നിട്ടുള്ളതുമായ കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഇതൊരു സീരിയസ് മാറ്ററാണ്. തുടങ്ങാം. എല്ലാ വിഷയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. തുടങ്ങാമല്ലോ. ദൈവത്തിന് ആ കഴിവുണ്ട്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവന് കഴിവ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യത്തിനൊത്തവണ്ണം തരുവാനുള്ള നല്ല മനസ്സുമുണ്ട്. അത് പ്രാപിക്കുവാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും കഴിയും, എന്നെ പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ 90% പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം സാമ്പത്തികമാണ്. ആണേ. ജോലിയില്ലാതെ നിരാശപ്പെട്ട് വേദനപ്പെട്ടായിരിക്കുന്നു. ജോലി ഇല്ലാത്തത് കൊണ്ട് നിരാശപ്പെടുകയും വേദനപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാ? ജോലി ചെയ്താലേ കൂലി കിട്ടത്തുള്ളൂ. കൂലി ഉണ്ടെങ്കിലേ ഒത്തിരി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. 100 കൂട്ടം കാര്യങ്ങൾ. വീട്ടു ചെലവ് നടക്കണം, ആഹാരം കഴിക്കണം, കടം വാങ്ങിയത് തിരികെ കൊടുക്കണം, മക്കളുടെ വിദ്യാഭ്യാസം, വീട്ടു ലോണ് പറയണ്ടല്ലോ, ETC മീൻസ് എക്സെട്ര അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന 90% പ്രശ്നങ്ങളുടെ പിന്നിൽ സാമ്പത്തികമാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമോ? ഞാൻ ആദ്യം ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. എന്താ? ദൈവത്തിന് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾക്ക് മാത്രമേ ദൈവത്തിന്, അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മാത്രമേ ദൈവത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്നവർ ഒരിക്കലും ഇത് അംഗീകരിക്കത്തില്ല. അവർ പറയും, അയ്യോ പിന്നെ ദൈവം പൈസ തരാൻ പോവില്ലേ, ദൈവം ഇപ്പോൾ പണം തരാൻ പോവില്ലേ, ദൈവം ഇപ്പോൾ നിന്റെ കടം തീർത്ത് തരാൻ പോവില്ലേ, ദൈവം ഇപ്പോൾ നിന്റെ മക്കളെ കെട്ടിക്കാനുള്ള വഴി തുറന്നു തരാൻ പോവില്ലേ, ദൈവം ഇപ്പോൾ അല്ലേ? അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ പോലും മണ്ടന്മാരാക്കി മാറ്റും. എന്തുകൊണ്ടാണ് മണ്ടന്മാരായി മാറുന്നത്? ഇല്ലാത്ത കാര്യം വിശ്വസിക്കുന്നത് കൊണ്ടല്ല, ഉള്ള കാര്യം ഇല്ലെന്ന് ഇവനെ പോലെയുള്ള മണ്ടന്മാർ പറയുന്നത് കേട്ട് വിശ്വാസം നഷ്ടപ്പെടുത്തി അവന്മാരുടെ പിന്നാലെ പോയി കമന്റ് ഇട്ട് കളിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. അങ്ങനെ കമന്റ് ഇട്ട് കളിക്കുന്നവർക്കുള്ളതല്ല ദൈവവും ദൈവത്തിൽ നിന്നുള്ളതും. അത് വിശ്വസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. അതേ, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ അറിവല്ല, നിങ്ങളുടെ പാരമ്പര്യമല്ല, നിങ്ങൾ ഏത് സംഘടനയിൽ ഏത് സഭാവിഭാഗത്തിൽ നിൽക്കുന്നു എന്നുള്ളതല്ല, വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുള്ള പ്രാർത്ഥനയും. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ വിശ്വാസത്തിൻ്റെ പിൻബലത്തിലുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കും പരിഹാരം പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അவ்விധത്തിൽ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു വചനവും ആ വചനം വെച്ചുള്ള പ്രാർത്ഥനയും, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ചില ഇല്ലായ്മകൾക്ക് കർത്താവ് പരിഹാരം വരുത്തുവാൻ പോകുക. ആ കടത്തിൽ നിന്ന് സഹോദര സഹോദരി മാതാപിതാക്കളെ
നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും ഇന്ന് എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് കർത്താവ് പരിഹാരം വരുത്തും? വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് മടിക്കേണ്ട, വായ തുറന്ന് ഒരാമേൻ പറയും. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. ആ ഇല്ലായ്മയ്ക്ക്, സ്തോത്രം, ആ വരുമാനമില്ലായ്മയ്ക്ക്, വഴികളടഞ്ഞ ആ അവസ്ഥയ്ക്ക്, കടക്കാരിയായി തീർന്ന ആ അവസ്ഥയ്ക്ക് കർത്താവിന് പരിഹാരം തരുവാൻ പോകുക. അപ്പോൾ ഒരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാ എന്ന് പറഞ്ഞു. അപ്പോൾ 24-ാമത്തെ വാക്യം മുതൽ തുടങ്ങുന്ന ഒരു ചെറിയ സംഭവം. കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും കടന്നു പോകുന്നു. ഒപ്പം പ്രിയ ശിഷ്യനായ പത്രോസ് ഉണ്ട്. പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നമുക്ക് സാമ്പത്തികമായ ഒരു ആവശ്യമുണ്ടായിരിക്കുന്നു, കരം കൊടുക്കണം. ദ്വിദ്രഹ്മ പണം ഓരോ വ്യക്തിക്കും കരം കൊടുക്കണം. അപ്പോൾ കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുന്നു. കർത്താവ് അതിനുള്ള മറുപടി പറയുന്നു, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. അല്ലാതെ ഞാൻ അങ്ങ് മറ്റേ ആളാണെന്ന് പറഞ്ഞാൽ വെറുതെ തല്ലുകൊണ്ട് അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാ. നിയമം എന്തോന്ന്, രാജ്യം എന്തോന്ന്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തോന്ന്, രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം എന്തോന്ന്, ഇതൊന്നുമില്ല. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് ഇസ്രായേലും യഹൂദനും ഒന്നും പറഞ്ഞങ്ങ് നടക്കുക. പ്രിയരെ, നമുക്കൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തെയും ആ രാജ്യത്തിൻ്റെ നമ്മൾ പ്രതിജ്ഞ ചൊല്ലും പോലെ ഇതൊക്കെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കുവാൻ കഴിയുന്നത്. അല്ലാതെ ഇസ്രായേൽ ഉള്ളത് കൊണ്ടോ മറ്റു ചിലരെ പോലെ അങ്ങനെ അവിടെ രാജ്യങ്ങളുള്ളത് കൊണ്ടോ അല്ല. നമ്മുടെ രാജ്യം നമുക്ക് തരുന്ന കുറേ അവകാശങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, രാജ്യം നിലനിൽക്കുവാൻ നാം രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതാകുന്നു. നോക്കാം, കർത്താവ് യേശു ക്രിസ്തു അത് വ്യക്തമാക്കി കൊടുക്കുന്നു പത്രോസിന്. അപ്പോൾ ഇനി കരം കൊടുക്കുവാൻ പണം ആവശ്യമുണ്ട്. നിങ്ങൾ കേൾക്കണമേ, ഇവിടെ പലരും ഈ സാമ്പത്തികമായ ആവശ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആത്മീയത എന്ന് പറയും. അപ്പോൾ കരം പിരിക്കുവാൻ വരുന്നവർക്ക് കുറച്ച് ആത്മീയത ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നാണോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇല്ല. കരം പിരിക്കാൻ വരുന്നവർ അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകത്തില്ല. പോകുമോ? മക്കളുടെ ഫീസ് അടയ്ക്കണം, എന്നാൽ അവിടെ പോയി നിന്ന് കുറച്ച് ആത്മീയത വിളമ്പി കൊടുത്താൽ ഫീസ് വേണ്ട സാറേ നിങ്ങൾ പോയിക്കോ പറയുമോ? പറയത്തില്ല. ആഹാരം വാങ്ങാൻ പോകുന്നു, എന്തിന്? റേഷൻ വാങ്ങാൻ പോകുന്നു, അവിടെ കുറച്ച് ആത്മീയത കൊടുത്താൽ പറ്റുമോ? പറ്റത്തില്ല. ആശുപത്രിയിൽ പോകുന്നു, ആത്മീയത കൊടുത്താൽ വാങ്ങത്തില്ല. ലോൺ അടയ്ക്കണം, ആത്മീയത കൊടുത്താൽ വാങ്ങത്തില്ല. അപ്പോൾ പണത്തിന് പണം തന്നെ വേണം. പത്രോസിനും അറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനും അറിയാം. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന പലർക്കും അറിയത്തില്ല. അവരുടെ കൂടെ നിങ്ങൾ കൂടരുത്, അറിവുള്ള യേശുവിനൊപ്പം നിൽക്കുക. നോക്കിയേ, അപ്പോൾ യേശു എന്താ പറയുന്നേ? നീ പോയി ചൂണ്ടയിടുക. ചൂണ്ടയിടുമ്പോൾ നിനക്കൊരു മത്സ്യത്തെ കിട്ടും. ആ മത്സ്യത്തിന്റെ വായ്ക്കകത്ത് ചതുർദ്രഹ്മ പണമുണ്ട്. പത്രോസിന് ദ്വിദ്രഹ്മ പണം മതി, മീൻസ് 2 ദ്രഹ്മ മതി പത്രോസിന്. പക്ഷെ യേശു പറയുകയാണ് 4 ദ്രഹ്മ കാണും. എന്തിനാ 4 ദ്രഹ്മ? അതെ, യേശുവിനും പത്രോസിനും കൂടെയാ. ആമേൻ. യേശു പോലും ആ സാമ്പത്തിക കാര്യങ്ങളിൽ ഒഴിവുള്ളവനല്ല. അപ്പോൾ നമ്മൾ ഒഴിവുള്ളവരാണോ? അതൊരു മോശം കാര്യമാണെന്ന് പറഞ്ഞ് ദൈവം മാറ്റിവെക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. യേശു പറയുന്നുണ്ടോ ഞാൻ കൂടെ ഉണ്ടല്ലോ പത്രോസ്, നീ കൊടുക്കുകയൊന്നും വേണ്ട, വരട്ടെ നമുക്ക് നോക്കാം പറയുന്നുണ്ടോ? ഇല്ല. പിന്നെയോ, എന്താണോ ആവശ്യം, കരം കൊടുക്കുവാൻ എന്താണോ ആവശ്യം അത് കരങ്ങളിൽ നൽകി കർത്താവ് പത്രോസിനെ അനുഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചോളണം, പത്രോസിന് മാത്രമല്ല യേശുവിനും കൂടെ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അതിനായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, അതിൻ്റെ ഒരു അവകാശി ദൈവമാണ്. ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയരുവാൻ വേണ്ടി അതിൻ്റെ ഒരു ഭാഗം ചിലവഴിക്കേണ്ടി വരും. പലർക്കും പണം തരത്തില്ല എന്ന് പറയുന്നത് മാത്രമല്ല വിഷയം, കർത്താവിൻ്റെ നാമമഹത്വത്തിനായി അത് ചിലവഴിക്കേണ്ടി വരുന്നു എന്ന് കേൾക്കുന്നത് അതിലും വലിയ വിഷയമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ദ്വിദ്രഹ്മ പണം മതി, പക്ഷെ കർത്താവായ യേശു ക്രിസ്തു ചതുർദ്രഹ്മ പണം കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, എനിക്കും നിനക്കും കരം കൊടുക്ക. നിന്റെ ആവശ്യ പൂർത്തീകരണത്തിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഉയരുവാനും വേണ്ടത് എന്താണോ അത് നിന്റെ കരങ്ങളിൽ കർത്താവ് തരും. അത് പണമാണെങ്കിൽ അത് കർത്താവ് തരും, അത് ആരോഗ്യമാണെങ്കിൽ അത് കർത്താവ് തരും, അത് തൊഴിലാണെങ്കിൽ അത് കർത്താവ് തരും, അത് തലമുറകളുടെ ഭാവിയാണെങ്കിൽ അത് കർത്താവ് തരും, തലമുറകളുടെ വിദ്യാഭ്യാസമാണെങ്കിൽ അത് കർത്താവ് തരും, ജയമാണെങ്കിൽ അത് കർത്താവ് തരും. എന്താണോ നിങ്ങളുടെ ആവശ്യത്തിന്റെ
പൂർത്തീകരണത്തിന് വേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഉയരുവാനും വേണ്ടത് അത് കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് നൽകും. ഞാൻ ഇങ്ങനെ ഒരു വലിയ ഇൻട്രൊഡക്ഷനോടെ പറഞ്ഞു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടും പലപ്പോഴും കിട്ടുന്നില്ല. പലർക്കും വിശ്വാസമുണ്ട്, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, പ്രത്യേകിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നവർക്ക് വിശ്വാസത്തിന് ഒട്ടും കുറവില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം മാത്രമാണ് സ്തോത്രം വിശ്വസിക്കുകയും ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യുന്നത്. നമുക്ക് തിയോളജിയന്മാരുടെ തിയോളജി ഒന്നും ഒരു ബാധകമുള്ള കാര്യമല്ല. അവരൊക്കെ പോട്ടെ. നമുക്ക് ഒരേ ഒരു തിയോളജിയേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന് കഴിയാത്തൊരു കാര്യവുമില്ല. അവൻ 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ വന്ന് അത് തെളിയിച്ചതാണ്. നമുക്കല്ല, ഞാനിനി അങ്ങനെ പറയത്തില്ല. പലർക്കും ഇപ്പോഴും അത് തന്നെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ചേ, എന്തുകൊണ്ട് കിട്ടുന്നില്ല? കിട്ടിയാൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി കൂടെ അത് പ്രയോജനപ്പെടണം. അതിനായുള്ളൊരു തീരുമാനം ആദ്യമേ ഉണ്ടാകണം. കിട്ടട്ടെ എന്നിട്ട് എന്നല്ല, നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഈ കാര്യം എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തന്നാൽ അതിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ഉയർത്തും. എനിക്ക് തരുന്ന നന്മ കൊണ്ട്, എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട്, എൻ്റെ ആവശ്യങ്ങളുടെ പൂർത്തീകരണം കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടും. ഇങ്ങനെ ഒരു തീരുമാനം, ഈ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്നായുടെ പ്രാർത്ഥനയിൽ. എന്താണ് ശമൂവേൽ പ്രവാചകന്റെ അമ്മ ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞത്? ദേവാലയത്തിൽ കടന്നുപോയി, ദൈവമേ, നീ എനിക്കൊരു ആൺ തലമുറയെ തന്നാൽ, നീ എനിക്കൊരു ആൺ പൈതലിനെ തന്നാൽ അവനെ ഞാൻ നിനക്ക് തരും. ആമേൻ. എൻ്റെ ആവശ്യത്തിന് പൂർത്തീകരണവുമായി നിന്റെ നാമവും അവനിലൂടെ ഉയരും. അതേ ശമൂവേൽ എന്ന ആ ഹന്ന മാതാവിൻ്റെ ആവശ്യ പൂർത്തീകരണത്തിനായി ദൈവം കൊടുത്ത ആ തലമുറയിലൂടെ കർത്താവിൻ്റെ നാമം ഉയരുന്നു. അതേ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഒത്തിരി വർഷങ്ങളായി കണ്ണുനീരോടെ കാത്തിരിക്കുക ഒരു ഉദരഫലത്തിനായി. തന്നാൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാം. പ്രാർത്ഥിക്ക്, എൻ്റെ കർത്താവ് തരും. നിന്റെ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ പോകുക, ആ നീങ്ങുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കാത്തിരിക്കുക. നല്ലൊരു ജോലിക്ക് വേണ്ടി. ആമേൻ. തീരുമാനമെടുക്കുവാൻ തയ്യാറുണ്ടോ? കർത്താവേ, എനിക്ക് നീ ഇങ്ങനെ ഒരു ജോലി തന്നാൽ, എൻ്റെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുവാൻ ഉതകുന്ന നിലയിൽ വരുമാനമുള്ള ഒരു ജോലി തന്നാൽ, ആ നന്മ എൻ്റെ കയ്യിൽ തന്നാൽ, എനിക്ക് കൈനീട്ട് കൂലി വാങ്ങുവാൻ, ശമ്പളം വാങ്ങുവാൻ കഴിഞ്ഞാൽ, എനിക്ക് ആ രാജ്യത്ത് ജോലി കിട്ടിയാൽ, എൻ്റെ തലമുറയ്ക്ക് ആ രാജ്യത്ത് ജോലി കിട്ടിയാൽ, അതിലൂടെ എൻ്റെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരണം മാത്രമല്ല, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുക മാത്രമല്ല, പിന്നെയോ കർത്താവിൻ്റെ നാമം ഉയരുവാൻ വേണ്ടത് ഞാൻ ചെയ്യും. ഈ തീരുമാനം. അപ്പോൾ അവിടെ അങ്ങനെ ഒരു തീരുമാനവുമുണ്ട്, തീരുമാനത്തിൻ്റെ നിവൃത്തിയുമുണ്ട്. രണ്ടുപേർക്കും കൂടെ പത്രോസിന് കിട്ടി മത്സ്യത്തിൻ്റെ വായിൽ നിന്ന്. പത്രോസ് എന്ത് ചെയ്യുന്നു? അത് കൊണ്ടുപോയി കൊടുക്കുക. രണ്ടുപേരുടെ ആവശ്യത്തിന് പരിഹാരം വന്നു. ഇനി അടുത്ത്, ഇങ്ങനെ ഈ സാമ്പത്തിക കാര്യത്തിന് പരിഹാരം ദൈവത്തിന് വരുത്തുവാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വരുത്തുവാൻ കഴിയുമെന്ന് അനേകർ വിശ്വസിക്കാത്തതിന് കാരണം അവരുടെ ചിന്തയെ പിശാച് ഇങ്ങനെ മാറ്റിയിരിക്കുന്നു. നോക്കൂ, നമ്മൾ ഒത്തിരി കേൾക്കുകയും എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിംഗ് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയോ. മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ മണ്ണിലിടമില്ല, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. ഒരു ദരിദ്രനായി നമ്മുടെ ഈ ഭാരതീയ പുരാണങ്ങളിലുള്ളതുപോലെ ഒരു കുചേലനായി നമ്മൾ ദൈവത്തെ പലപ്പോഴും കാണുക. പ്രിയരെ, കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന 3.5 വർഷക്കാലം ജീവിച്ച സമയത്താണ് അവന് തലചായ്ക്കുവാൻ ഇടമില്ല എന്നും പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് അവകാശമുണ്ടെന്നൊക്കെ പറയാൻ പറ്റുന്നത്. പക്ഷേ വചനം പറയുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, അവൻ ദാസരൂപം എടുത്തു. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്തു. അവൻ ദാസനായി വന്നു. ദാസന്റെ കയ്യിൽ ഒന്നുമില്ല. അതിനർത്ഥം അവനൊപ്പമുള്ളവർക്കൊന്നുമില്ലാതിരുന്നു എന്നല്ല. നിങ്ങളത് ബൈബിൾ വായിച്ചു നോക്കിയേ. അവർക്ക് ആഹാരത്തിന് കുറവ് വന്നോ? സ്തോത്രം. ശിഷ്യന്മാർക്ക് ആഹാരത്തിന് കുറവ് വന്നോ? അവർ കുട്ട നിറയെ ചുമന്നെടുത്തു. അവൻ്റെ അടുക്കൽ പോയവർ തിന്ന് തൃപ്തരായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കുട്ട നിറയെ ചുമന്നെടുത്തു. അവർക്ക് വേണ്ടത്, ഒരുവൻ ദരിദ്രനായി, ഇല്ലാത്തവനായി, ദാരിദ്ര്യം അനുഭവിച്ച് വല കഴുകി മടക്കിയ
ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ അവന്റെ വല നിറച്ചു, മീൻസ് അവനെ സമ്പന്നനാക്കി. അത് വീണ്ടും ആവർത്തിച്ച് ചെയ്തു. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വീണ്ടും വല കീറും വണ്ണം കർത്താവ് അവന് നൽകി. അപ്പോ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ കർത്താവ് ഇല്ലാത്തവനായിരുന്നു, പക്ഷെ അവനൊപ്പമുള്ളവരൊക്കെ വേണ്ടത് അവനിൽ നിന്ന് പ്രാപിച്ചെടുത്തു. 1. ഇനി 2, ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് എഴുതി വെക്കുവാൻ വിധത്തിൽ അവനെ കണ്ടത്. എന്നാൽ ഈ ഭൂലോകവും അതിൻ്റെ നിറവും ആർക്കുള്ളത്? നമ്മുടെ ദൈവത്തിനുള്ളത്, മീൻസ് നമ്മുടെ കർത്താവിനുള്ളതാണ് ഈ ഭൂലോകവും അതിൻ്റെ നിറവും. സങ്കീർത്തനം 50:12. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. ഇരുട്ടിലെ നിക്ഷേപത്തെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. മീൻസ് ഈ ഭൂലോകം അതിലെ നിറവും അതിലെ ശൂന്യതയും ഇല്ലായ്മയുമല്ല, നിറച്ചവൻ, അതിലെ നിറവ് അവനുള്ളത്. ആ നിറവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതിനെ തന്നെ വിളിക്കുന്നവർക്ക് അവൻ കൊടുക്കും. ഭക്തന് കൊടുക്കുമെന്നല്ല, ജാതീയ രാജാവിന് കൊടുക്കുമെന്നാ പറഞ്ഞത്. അപ്പോ ഭക്തൻ എത്ര അധികം പ്രാപിക്കും? സ്തോത്രം. അപ്പോ കർത്താവിനുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ കർത്താവ് ഒന്നുമില്ലാത്തവനല്ല. ഈ ഭൂലോകവും ഭൂലോകത്തിന്റെ നിറവും അവനുള്ളതാണ്. അവനെ വിളിച്ചപേക്ഷിക്കുന്നവർ, അത് ജാതി ആയാൽ പോലും, അവർക്ക് മറവിടത്തിലെ ഗുപ്ത നിധികളെ, നിക്ഷേപങ്ങളെ ദൈവം നൽകും. ഫിലിപ്പിയർ 4:19 അത് നിങ്ങൾക്ക് ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. ആരിലൂടെ? അപ്പോസ്തലനായ പൗലോസിലൂടെ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പൂർണ്ണമായി തീർത്തു തരും. തൻ്റെ ധനത്തിനൊത്തവണ്ണം. നമുക്കൊരു ദൈവമുണ്ട്. അവൻ സമ്പന്നനാണ്, അവൻ ധനവാനാണ്. അപ്പോ ആ ധനവാനായ സമ്പന്നനായ ദൈവത്തിനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും. സാമ്പത്തികമായ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും. ഇത്രയും നീണ്ട ഇൻട്രൊഡക്ഷൻ പതിവുള്ളതല്ല. ഇതൊരു വലിയ വിഷയമായതുകൊണ്ടാണ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ പുറത്തുള്ളത് കൊണ്ടാണ് നീണ്ട ഇൻട്രൊഡക്ഷൻ വേണ്ടി വന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം, വചനം വച്ചുള്ള ഈ പ്രാർത്ഥനയിലേക്ക്. അപ്പോൾ വചനം ഏതാണ്? കർത്താവായ യേശു ക്രിസ്തു പത്രോസിനും തനിക്കും വേണ്ടി ചതുർദ്രഹ്മ പണം മത്സ്യത്തിന്റെ വായിലൂടെ പത്രോസിന്റെ ശിഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യത്തിന് കരം കൊടുക്കുക എന്നുള്ള ആവശ്യത്തിന് പൂർത്തീകരണം ഉണ്ടാകേണ്ടതിന്. അപ്പോൾ ഇതാണ് നമ്മൾ വിശ്വാസ വചനമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? സാമ്പത്തികമായി ഞെരുങ്ങിയായിരിക്കുന്ന, വരുമാനമില്ല, ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ജോലിയുണ്ട്, തക്ക സമയത്ത് ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ഒത്തവണ്ണമുള്ളത് ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ പുതിയ ജോലി വേണം. പഠിച്ചു, പഠനം കഴിഞ്ഞ് ഒത്തിരി നാളെ വെയിറ്റ് ചെയ്യുന്നു, നല്ല ജോലി കിട്ടിയില്ല, ജോലി സാഹചര്യം പ്രതികൂലമാണ്, അതുകൊണ്ട് തന്നെ ഏത് നിമിഷം ജോലി നഷ്ടപ്പെടാം. ഇങ്ങനെ പല നിലകളിൽ വരുമാന സംബന്ധമായി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ ഇപ്പോൾ എനിക്കൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കാമോ? ആരും മൗനമായിരിക്കരുത്, എല്ലാവരും പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് ഇനി ഡൗട്ടൊന്നുമില്ലല്ലോ. ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, ദൈവം അത് തരും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? യേശുവേ, അങ്ങയുടെ ശിഷ്യന്റെ ആവശ്യത്തിന്റെ പൂർത്തീകരണത്തിനും അങ്ങയുടെ നാമം മഹത്വത്തിനുമായി ആ മത്സ്യത്തിന്റെ വായിൽ ചതുർദ്രഹ്മ പണം നിക്ഷേപിച്ച് തൻ്റെ ശിഷ്യന്റെ കയ്യിൽ കൊടുത്ത് അവനെ മാനിച്ച നല്ല കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഞെരുങ്ങിയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇല്ലായ്മകൾക്ക് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം അങ്ങൊരു അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ളത്, അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ ഉയരുവാനുള്ളത് അങ്ങ് തരണമേ. പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുക. യേശുവിൻ നാമത്തിൽ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, പ്രതീക്ഷിക്കാത്ത നിലയിൽ നിങ്ങളുടെ സാമ്പത്തികമായ സ്തോത്രം ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടത് എൻ്റെ കർത്താവ് തരിക. അതെ, ആ ജോലി കർത്താവ് തരിക. നിന്റെ ആവശ്യത്തിന് പൂർത്തീകരണം വരുത്തുവാൻ തക്കവണ്ണം വരുമാനമുള്ള ജോലി എൻ്റെ കർത്താവ് തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അവിടെ വിശാലത ഉണ്ടാകുക, വരുമാനത്തിൽ വർധനവുണ്ടാകുക, ശമ്പള വർധനവുണ്ടാകുക. ജോലി സാഹചര്യം അനുകൂലമായി തീരുവാൻ പോകുക. അയ്യോ, സ്ഥാപനം പൂട്ടിപ്പോകും, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകും. നീ ഭയപ്പെട്ടായിരിക്കുക. സ്ഥാപനം പൂട്ടത്തില്ല, നിന്റെ ജോലി നഷ്ടപ്പെടത്തില്ല.
നീ ആഗ്രഹിക്കുന്ന നിലയിൽ നിന്റെ വിശ്വസ്തതയ്ക്ക് ഒത്തവണ്ണം കർത്താവ് നിന്നെ പ്രൊമോട്ട് ചെയ്യുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിച്ചാട്ടെ. ആ കടം തീർക്കുവാനുള്ളത് പ്രാർത്ഥിക്കുക. കർത്താവേ, കടക്കാരനായി ഞാൻ മാറിയിരിക്കുന്നു, പലരുടെയും മുമ്പിൽ തലകുനിക്കുന്നവനായി ഞാൻ തീർന്നിരിക്കുന്നു. അപ്പാ, പത്രോസിന്റെ ആവശ്യത്തിനും അങ്ങയുടെ നാമം ഉയരുവാനും വേണ്ടത് കർത്താവെ ആ മത്സ്യത്തിന്റെ വായിലാക്കി പത്രോസിന്റെ കയ്യിൽ നൽകിയ കർത്താവെ, അടിയങ്ങളുടെ കരങ്ങളിൽ ആ നന്മയെ തരണമേ കർത്താവെ. കടത്തിൽ നിന്ന് പുറത്തു വരുവാനുള്ളത് തരണമേ. പ്രാർത്ഥിച്ചാട്ടെ. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാനുള്ളത് എൻ്റെ കർത്താവ് തരിക. യേശുവിൻ നാമത്തിൽ നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, നെടുനാളായി പലരുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്ന ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാനുള്ളത് എൻ്റെ കർത്താവ് തരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ആ പലിശക്കടത്തിൽ നിന്ന് നീ പുറത്തു വരിക. അത് ജപ്തിയായി പോകുവാൻ നിന്റെ ഭവനം, നീ ആഗ്രഹിച്ചു വച്ച ഭവനം, നീ ആഗ്രഹിച്ച് വാങ്ങിച്ച ആ വസ്തു, ആ വാഹനം, അത് ജപ്തിയായി പോകുവാൻ എൻ്റെ ദൈവം, യേശുവിൻ നാമത്തിൽ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതേ, എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. അത് ജപ്തിയായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഓ സ്തോത്രം, സ്തോത്രം. ആ ലോൺ അടയ്ക്കുവാനുള്ളത്, ആമേൻ, ആമേൻ, ആ ലോൺ അടയ്ക്കുവാനുള്ളത് അധികാരികളുടെ മുമ്പിൽ നിൽക്കുവാനും പറയുവാനും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക അടച്ചാൽ കുറച്ചുകൂടെ സാവകാശം തരാം. ബാങ്കിൽ നിന്നുണ്ടായ അറിയിപ്പാണ്. അതടച്ച് എനിക്ക് അവിടെ പോയി നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, സാവകാശം വാങ്ങാനുണ്ട്, ഇല്ലേ? അതല്ലേ ആഗ്രഹം. അപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ യേശുവിന്? അതെ, ആ പറഞ്ഞ പൈസ അടയ്ക്കുവാനുള്ളത് നിന്റെ കരങ്ങളിൽ തരുവാൻ കഴിയും. വിശ്വസിക്കുന്നു എങ്കിൽ പ്രാർത്ഥിക്കുക. യേശുപ്പാ, അങ്ങയുടെ ശിഷ്യന്റെ ആവശ്യത്തിന്, അങ്ങയുടെ നാമമഹത്വത്തിന്, അതേ, ആ കടലിൽ നിന്ന് വെളിപ്പെട്ട് വന്നത്, യെസ്, ആ മത്സ്യത്തിന്റെ വായിൽ ഒരുക്കപ്പെട്ടത് ഒരു അത്ഭുതമായി എൻ്റെ കരങ്ങളിൽ അങ്ങ് നൽകണമേ. എനിക്കറിയത്തില്ല അതെവിടെ നിന്ന് കിട്ടും, എൻ്റെ പക്കലില്ല, ഞാൻ അറിയുന്നവരുടെ കാണുന്നവരുടെ പക്കലില്ല, എന്നെ സഹായിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. അപ്പോൾ ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ. സഹോദരി, സഹോദരൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുതം കർത്താവ് ചെയ്യുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കും. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ അവസാനിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത് പലരോടും ചോദിച്ചു, ലോണിന് അപേക്ഷിച്ചു, കിട്ടുന്നില്ല. ഇനി അറിയാം, ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ അത് അത്ഭുതമാണ്. ദൈവം തരുന്നത് അത്ഭുതമാണ്. അല്ലാതെ മീന് കിട്ടും, മീന് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റും, പക്ഷെ നിന്റെ വയറ്റിനകത്ത് ക്യാഷ്, അത് അത്ഭുതമാണ്. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട നന്മ കർത്താവ് തരുവാൻ പോകുക. പ്രാർത്ഥിക്കാൻ റെഡിയാണോ? യേശുവിനോട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല അല്ലേ? ആമേൻ. വിശ്വാസിയല്ല, മീൻസ് വിശ്വാസമുണ്ട്, യേശുവിൻ്റെ വിശ്വാസമുണ്ട്, ക്രിസ്തീയ വിശ്വാസിയല്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, ഈ അങ്ങയുടെ ദാസനിലൂടെ കേട്ടതുപോലെ അങ്ങേക്ക് സകലത്തിനും കഴിയുമെന്ന് അടിയൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ ആവശ്യത്തിനും അങ്ങ് മതിയായവനെന്ന് അടിയൻ വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ നിന്നു പോകാതിരിക്കുവാൻ വേണ്ടത്, എന്നിലൂടെ അങ്ങയുടെ നാമം ഉയരുവാൻ വേണ്ടത് എൻ്റെ കരങ്ങളിൽ നൽകണമേ. അപ്പാ, പ്രാർത്ഥിക്ക് സഹോദരി, സഹോദര, പ്രാർത്ഥിക്ക്. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത് എൻ്റെ കർത്താവ് തരിക. യെസ്, യേശുവിൻ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. അഡ്വാൻസ് കൊടുത്തു, ബാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്താൽ നഷ്ടമായി പോകും. പ്രാർത്ഥിക്ക്. ഓ ആമേൻ. വണ്ടി എടുത്തോണ്ട് പോകും. യെസ്, ലോൺ അടച്ചില്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകും, പലിശക്കാർക്ക് കൊടുത്തില്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകും. വല്ലാത്ത അവസ്ഥയാ. പ്രാർത്ഥിക്കുക. അപ്പാ, നിന്ദിക്കപ്പെടുവാൻ അനുവദിക്കരുതേ. ഞാൻ അങ്ങയുടെ മകളായി ജീവിക്കുന്നു. ഈ ദേശത്ത് എന്നിലൂടെ അങ്ങയുടെ നാമം ഉയരുന്നതല്ലാതെ അങ്ങയുടെ നാമം നിന്ദിക്കപ്പെടുന്നത് ഉണ്ടാകരുതേ. അതിന് തക്കവണ്ണമുള്ളത് എൻ്റെ കരങ്ങളിൽ നൽകണമേ. യേശുവെ, കൊടുത്തു തീർക്കുവാനുള്ളത് എൻ്റെ കരങ്ങളിൽ നൽകണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ സ്ഥാപനം അനുഗ്രഹം മുൻപോട്ട് പോകുവാൻ വേണ്ടത്. നിനക്കറിയാം, ഒരു ഫണ്ടിങ് ഇഷ്യൂ, കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് നന്നായി മുമ്പോട്ട് പോകും, എൻ്റെ ആവശ്യങ്ങളെല്ലാം നടക്കും. അത് നീ നാട്ടിൽ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കാം, വിദേശത്ത് ചെയ്യുന്ന ബിസിനസ് ആയിരിക്കാം. അതെ, അതിനുള്ളത് കർത്താവ് തരിക. പ്രാർത്ഥിക്ക്. അപ്പാ, നിന്റെ നാമം ഉയരുവാൻ, എൻ്റെ ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടത് യേശുവേ, അങ്ങയുടെ ശിഷ്യന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിലൂടെ നൽകിയതുപോലെ എൻ്റെ കരങ്ങളിൽ ഒരു അത്ഭുതത്തിലൂടെ നൽകണമേ. നിന്ദിക്കുവാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ഞാൻ മാനിക്കപ്പെടുവാൻ, അപ്പൻ്റെ നാമം ഉയരുവാൻ, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുക. പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. ആ രാജ്യത്തേക്ക് കടന്നു പോകുവാൻ ഒത്തിരി ക്യാഷ് ആവശ്യമുണ്ട്,
കുറേയൊക്കെ കിട്ടി, ഇനി ബാക്കി കിട്ടണം അല്ലേ? ബാക്കിയെല്ലാം ഓക്കെയാ, കർത്താവ് തരിക. വിശ്വസിക്കുവാൻ റെഡിയാണോ? കർത്താവിന് തരാൻ കഴിയും. ഒരു അത്ഭുതത്തിലൂടെ തന്നെ യേശുവിൻ നാമത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കുക. വിശ്വസിക്കുക, ഒരു മിറക്കിൾ സംഭവിക്കുക. നിന്റെ ആവശ്യത്തിനൊത്തവണ്ണം കർത്താവ് തരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ആ ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിനൊത്തവണ്ണം, അത് ആവശ്യത്തിനൊത്തവണ്ണമല്ല, ഇപ്പം കർത്താവ് നിന്നെ സൗഖ്യമാക്കും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് ഗോഡ്. ഈ ചില സാമ്പത്തികമായ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിനകത്ത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ആരും അറിയാതെ ചിലരെ സഹായിക്കാൻ ശ്രമിച്ച് പണി കിട്ടിയ സഹോദരി, നിന്നോടാ. നിന്റെ കുടുംബജീവിതത്തിന് അത് വല്ലാത്ത പ്രശ്നമായിരിക്കാം. നിന്റെ നല്ല മനസ്സ് കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് തരിക. പ്രാർത്ഥിക്കാൻ റെഡിയാണോ? അപ്പാ, പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ഭർത്താവ് അറിയാതെ കൊടുത്തു. വലിയൊരു ബാധ്യതയായി തീർന്നു. പുറത്തു വരുവാൻ തക്കവണ്ണം, നിന്നയായി തീരാതെ, തകർന്നു പോകാതെ പുറത്തു വരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവേ അങ്ങ് നൽകണമേ. ശിഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു അത്ഭുതം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഓ താങ്ക് ഗോഡ്. എൻ്റെ കർത്താവിന് കഴിയും, അവന് കഴിവുണ്ട്, മനസ്സുണ്ട്. ആരുടെ ജീവിതത്തിൽ? വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുക. ഞാൻ പ്രാപിച്ചതാണ്, ഞാൻ സാക്ഷിയാണ്. ഈ വേദപുസ്തകത്തിൽ ഭക്തന്മാർ എല്ലാവരും സാക്ഷിയാണ്. ശലോമോൻ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചു, ദൈവം അവന് ബഹുസമ്പത്ത് നൽകി. മിസ്രയീമിലെ ജനം, ദൈവത്തിൻ്റെ ജനം അടിമയായിരുന്ന നാളിൽ കവരപ്പെട്ടത് മുഴുവൻ അവിടെ നിന്ന് അവർ തിരികെ പ്രാപിച്ചു. നിനക്ക് വേണ്ടത്, അതെ നിങ്ങൾക്ക് വേണ്ടത് തരുവാൻ എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. പ്രാപിക്കുവാൻ റെഡിയാണല്ലോ? അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി പേരെ കൂട്ടി വരുത്തുക. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയത്തില്ല, ഇത് ചെയ്യുവാൻ കഴിയത്തില്ല, അതേ ചെയ്യൂ എന്ന് പറഞ്ഞ് ബൈബിൾ കോളേജിൽ പഠിച്ച തിസീസുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. മറിച്ച് നിങ്ങളുടെ ഏത് ആവശ്യമാണെങ്കിൽ എൻ്റെ ദൈവത്തിന് അത് നിവർത്തിച്ചു തരുവാൻ കഴിയും. അതെ, ഇന്നലകളിൽ അവൻ അതെൻ്റെ ജീവിതത്തിൽ ചെയ്തതാണ്. ആ അനുഭവത്തിൻ്റെ ഉറപ്പിൽ നിങ്ങളെ ഉറപ്പിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാത്തിനും, നിങ്ങളുടെ ഏത് ആവശ്യത്തിനും പൂർത്തീകരണം വരുത്തുവാൻ മതിയായവനാണ്. ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത്, ഈ മെസ്സേജ് സ്പോൺസർ ചെയ്യുവാൻ ഒരു കുടുംബം, അതെ ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ ഒരു കുടുംബം തയ്യാറായതുകൊണ്ടാണ്. നിങ്ങൾക്കും അതുപോലെ അവസരമുണ്ട്. സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക. ഇതുപോലുള്ള മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കേട്ട് ഓരോ ദിവസത്തെയും അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുക. എല്ലാ ഞായറാഴ്ചയും 10 മുതൽ ഞങ്ങളുടെ സഭാരാധനയും ലൈവായി നിങ്ങൾക്ക് ഒരു സഭാരാധന മിസ് ചെയ്യുന്നുവെങ്കിൽ കണ്ട് അനുഗ്രഹം പ്രാപിക്കുവാനുള്ള അവസരവുമുണ്ട്. എന്നാൽ കണ്ടോടച്ചോ, വിശ്വാസ കർത്താവെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോൾ ഒരു അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എല്ലാ ഇല്ലായ്മകളും ഞെരുക്കങ്ങളും മാറ്റുന്ന അത്ഭുതം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ജോലി സംബന്ധമായ സകല വെല്ലുവിളികളും വിട്ടുമാറട്ടെ. തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. പുതിയ വരുമാനങ്ങൾ ഉണ്ടാകട്ടെ. വരുമാനത്തിൽ വർധനവുണ്ടാകട്ടെ. തടഞ്ഞു വയ്ക്കപ്പെട്ട നന്മകൾ ലഭിക്കട്ടെ. ഓ സ്തോത്രം. പഠനം കഴിഞ്ഞ് ഒത്തിരി നാളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലികൾ ലഭിക്കട്ടെ. ഭവനങ്ങളിൽ പെട്ടുപോയവർ പുറത്തു വരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. യേശുവേ, ഇവർക്ക് വേണ്ടി എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക. ആശുപത്രി കയറി ഇറങ്ങുന്ന അനുഭവത്തിന് അറുതി വരുവാൻ പോവുക. തലമുറകൾ വിടുവിക്കപ്പെട്ടത് പ്രാർത്ഥിച്ചാട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങുക. വിവാഹബന്ധങ്ങൾ നടക്കുക. അതിനുവേണ്ടിയുള്ള നന്മ കർത്താവ് തരിക. ഉദരഫലങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക. കർത്താവ് ഉദരഫലത്തെ നൽകുക. റിസൾട്ട് ഉണ്ടാകുക. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകുക. സ്തോത്രം. ഡിവോഴ്സുകൾ മാറിപ്പോകുക. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരിക. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ വയ്ക്കുക. വസ്തുക്കൾ വാങ്ങുക. വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് വഴി തുറക്കുക. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക. വലുതും ചെറുതുമായുള്ള സകല ബിസിനസ്സുകളും കച്ചവടങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. സ്തോത്രം. രാജ്യങ്ങളുടെ വാതിലുകൾ കാത്തിരിക്കുന്നവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പെരുമാറി വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന
എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.